എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പോൾ ഇത് നമ്മുടെ കൂർഗ് ട്രിപ്പിൻ്റെ ഫൈനൽ പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ പോകുന്നത് തലക്കാവേരി ടെമ്പിളിലേക്ക്, പിന്നെ ത്രിവേണി സംഗമം, പിന്നെ ഭാഗണ്ഡേശ്വര ടെമ്പിൾ. ഇത് 3 സ്ഥലവും നമ്മളിതിൽ കൂടെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്നലെ പോയ അതേ റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളൊരു കോംബോ ആണ് ട്രൈ ചെയ്തത്, കർണാടക സ്പെഷ്യൽ. അതിൽ കേസരി ബാത്ത്, കാര ബാത്ത്, അങ്ങനത്തെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. ദോശയുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഭാഗണ്ഡേശ്വര ടെമ്പിളിലേക്കാണ് പോയത്. അത് ഇവിടുത്തെ ഒരു ഫേമസ് ശിവ ടെമ്പിളാണ്. ഇവിടെ എൻട്രൻസിൽ തന്നെ വലിയ നല്ല കൊത്തുപണികളൊക്കെ ഉള്ളൊരു വാതിലുണ്ട്. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് പൂജയ്ക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ചീട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഉള്ളിൽ പക്ഷേ ഫോട്ടോ വീഡിയോ ഒന്നും അലൗഡ് അല്ല. അപ്പം ഞങ്ങൾ തൊഴുതിറങ്ങി. തൊട്ട് മുന്നിൽ തന്നെയാണ് ത്രിവേണി സംഗമം കേട്ടോ. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന 3 നദികൾ ഒന്നിച്ച് ചേരുന്ന പോയിൻ്റാണ്. അതാണ് ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പിതൃക്കൾക്ക് ബലി അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഭയങ്കര പുണ്യമാണെന്നാണ് പറയുക ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് കുറേ ആൾക്കാരൊക്കെ വന്ന് അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. പിന്നെ അതിൻ്റെ മുന്നിൽ തന്നെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയും കുറച്ചൊന്ന് കയറി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോയി. അതാണ് തലക്കാവേരി ടെമ്പിൾ. അപ്പോൾ തലക്കാവേരി ടെമ്പിളിലേക്ക് പോകുന്ന വഴി ഫുള്ള് മൗണ്ടൻ പാസസ് ആണ്. നമ്മളിങ്ങനെ ചുറ്റി തന്നെ പോകണം കേട്ടോ. ചുരം കയറി തന്നെ പോകണം. നല്ല ഹൈറ്റിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാവേരി നദിയുടെ ഉത്ഭവം ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ്. അപ്പോൾ അവിടെ പൂജയും ചെയ്യുന്നുണ്ട്. കാവേരിയുടെ ഇത് കൂടാതെ ആ അമ്പലത്തിൽ വേറെ ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട്. പിന്നെ അത് കൂടാതെ അയ്യപ്പൻ, ഗണപതി, അങ്ങനെ വേറെയും പ്രതിഷ്ഠകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, എല്ലാ കാര്യങ്ങളും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് പെയ്ഡ് പാർക്കിംഗ് ആണ്, അത് അവിടെ അവൈലബിൾ ആണ്. ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് എക്സാക്ട്ലി ബ്രഹ്മഗിരി ഹിൽസിലാണ്. ഭാഗമണ്ഡലയുടെ അടുത്ത് തന്നെയാണ്. നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാവുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ സ്ലോപ്പായിട്ട് കയറാനുള്ള സ്ഥലമുണ്ട്, സ്റ്റെപ്സ് ആയിട്ട് കയറാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് എത്താൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. കുറേ സ്റ്റെപ്സ് കാണുമ്പോൾ ദൂരം തോന്നുമെങ്കിലും കയറാനായിട്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവർക്കും സുഖമായിട്ട് കയറി എത്താവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് ചെരുപ്പ് ഇവിടെ വേണമെങ്കിൽ വെക്കാം, അല്ല നമ്മൾ വണ്ടിയിലിട്ട് വരികയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഇവിടെയാണ് ഈ കാണുന്ന കുളം കണ്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് അവിടേക്ക് വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അപ്പോൾ ആ കുളം കണ്ടില്ലേ, അതാണ് നമ്മുടെ തലക്കാവേരി കാവേരി നദിയുടെ ഉത്ഭവം. ആ ഭാഗത്താണ് അവരുടെ ടെമ്പിളും പൂജയൊക്കെ ഉള്ളത്. പിന്നെ മോൾ ഭാഗത്തായിട്ട് വേറെ ശിവൻ്റെയും ഞാൻ പറഞ്ഞില്ലേ ബാക്കി ഡേറ്റീസിൻ്റെയും ഷ്രൈൻസൊക്കെ ഉള്ളത് മുകളിലാണ് കേട്ടോ. അഗസ്ത്യമുനി ഇവിടെ ഇരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്. ഇവിടുത്തെ ശിവലിംഗം അഗസ്ത്യമുനി മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ് ആദ്യം, എന്നിട്ട് അത് പൂജിച്ചിരുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള അമ്പലമാണ് കേട്ടോ.
ഇവിടെ സമാധാനമായിട്ട് ഇരിക്കാനുള്ള കുറേ സ്ഥലം ഉണ്ടായിരുന്നു. ഇവിടെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് മുകളിൽ നിന്ന് ഉള്ള വ്യൂ നല്ല രസമാണ്. ഫുള്ള് ഇതുപോലെ ഈ കാണുന്നില്ലേ, ഇങ്ങനത്തെ വ്യൂ ആണ് നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റുക. അപ്പം ആ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ റിസോർട്ടിൽ പോയി കുറച്ച് നേരം ചില്ലൊക്കെ ചെയ്ത് റെസ്റ്റൊക്കെ ചെയ്ത് പിന്നെ പിറ്റേഴ്സിന് നമ്മൾ ചെക്ക് ഔട്ട് ആയിരുന്നു. അത് കഴിഞ്ഞ് കണ്ണൂരിൽ നിന്നായിരുന്നു നമ്മുടെ ട്രെയിൻ. അപ്പോൾ അതുവരെയ്ക്കും ടാക്സി അവർ ഡ്രോപ്പ് ചെയ്തു. കണ്ണൂരിൽ നിന്ന് നമുക്ക് വൈകുന്നേരമായിരുന്നു ട്രെയിൻ. ഇവിടെ കണ്ണൂർ സ്റ്റേഷനിൽ ഇങ്ങനെ നല്ല രസമായിട്ട് കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, അവരുടെ കൾച്ചറിൻ്റെ ആ സംഭവങ്ങളൊക്കെ കാണിക്കാനായിട്ടുള്ളത്. തെയ്യത്തിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതായിരുന്നു അപ്പോൾ നമ്മുടെ ട്രിപ്പ്. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നല്ല കുറേ മെമ്മറീസൊക്കെ ഉണ്ട്. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.